വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡേ 1 ആണ് കേട്ടോ കൊടൈക്കനാൽ. അപ്പം നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നേരെ പോവാണ് കേട്ടോ. ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ തന്നെ നമ്മൾ ലേക്കിൻ്റെ അടുക്കാണ് ഇറങ്ങിയത്. അപ്പം അവിടെ തന്നെ ഒരു ഗൈഡ് വന്നിട്ട് നമുക്ക് കോട്ടേജൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ആ പുള്ളി തന്നെയാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. ഒരു വണ്ടിയൊക്കെ കിട്ടി, അതിലാണ് നമ്മൾ എല്ലായിടത്തും പോകുന്നത്. അപ്പം നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് മോയർ പോയിന്റിലോട്ടാണ് കേട്ടോ. അത് നമ്മുടെ കൊടൈക്കനാൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ മോയർ പോയിന്റ് എന്ന് പറയുന്നത്. മോയറിന് പറഞ്ഞിട്ടൊരു സായിപ്പിന്റെ പേരാണ് കേട്ടോ മോയർ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ഒരു ഹോട്ടലിൽ അവിടെ കോട്ടേജിന് തൊട്ടടുത്തായിട്ട് ഒരു ഹോട്ടലിൽ കയറി. ആ ഹോട്ടലിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. നമ്മൾ ഹോട്ടലിൻ്റെയും കോട്ടേജിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ അവിടെ കയറി കഴിക്കാൻ നമ്മുടെ നോർമൽ കേരള ഫുഡാണ് കേട്ടോ പറഞ്ഞത്. ഇഡലി, ദോശ, സാമ്പാർ ഒക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് വെറൈറ്റി ആയിട്ട് എനിക്ക് പൂരി വേണമെന്ന് തോന്നി. അപ്പോൾ പൂരിയും മസാലയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അവർ ദോശയും പിന്നെ ഇഡലിയും ചമ്മന്തിയും സാമ്പാറും വടയൊക്കെയാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കേരളത്തിലെ സെയിം ടേസ്റ്റ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒരു കോഫിയാണ് കുടിച്ചത്. അവിടെ നമ്മൾ നേരെ മോയർ പോയിന്റിലോട്ടുള്ള പോക്കാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പം അതായത് ബെർജൻലാൻഡ് ലേക്കിന്റെ ആ റോഡിന്റെ സൈഡിലായിട്ടൊക്കെയാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ കുറേ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നായിരുന്നു കേട്ടോ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു അത്. പിന്നെ ഇതൊരു കുഞ്ഞു പാർക്കാണ് കേട്ടോ. ഒരു കുഞ്ഞൊരു മോണുമെന്റ് പോലൊക്കെ വെച്ചിട്ട് തോമസ് മീർ എന്ന് പറഞ്ഞിട്ട് ഒരു എഞ്ചിനീയർ ആണ്. പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട് പുള്ളി ഇതിനെ കൺസ്ട്രക്ട് ചെയ്ത ഒരു ഗോഷൻ റോഡ് കൺസ്ട്രക്ട് ചെയ്തപ്പം ആ എഞ്ചിനീയർ ചെയ്ത ഒരു വർക്കാണ്. അപ്പൊ അങ്ങനെയാണ് അവിടെ മോയർ പോയിന്റ് ഒരു പേരൊക്കെ വന്നത്. പിന്നെ ഇതൊരു ഒരുപാട് ക്രൗഡിനെ അട്രാക്ട് ചെയ്ത ഒരു പോയിന്റ് ആണ്. പിന്നെ അവിടെ വെച്ച് നമ്മൾ ചോളം കഴിച്ചു. ചോളം വേവിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ആ നേരത്തിൽ ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റ് ഒക്കെ ഫീൽ ചെയ്തു. കാരണം നല്ല ഒരു സ്വീറ്റ്നെസ് ആണ്, സ്വീറ്റ് കോഡായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ ഈ ഇതൊക്കെ ഇട്ടു, നാരങ്ങാനീരൊക്കെ ഇട്ടാണ് തന്നത്. പിന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. ഭയങ്കര ഒരു ഹെവൻലി ഫീൽ ആണ് കിട്ടുന്നത്. കാരണം നിറയെ മൗണ്ടെയിൻസും ഗ്രീനറിയും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ കുറെ ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ സൈഡിൽ. അവിടെ നിന്ന് നമ്മൾ നേരെ ചെന്നത് പൈൻ ഫോറസ്റ്റിലോട്ടാണ്. പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. പൈൻ ഫോറസ്റ്റിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. നമ്മൾ മങ്കീനെയൊക്കെ കണ്ടു. പിന്നെ അവിടെ തന്നെയാണ് ഗുണാക്കേവ് ഒക്കെ, അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഗുണാക്കേവും കാണുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടുള്ള പൈൻ ഫോറസ്റ്റിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോയത്. അവിടെയും ഇഷ്ടം പോലെ സറൗണ്ടിങ്സിൽ നല്ല ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വൃത്തിയായിട്ടുള്ള സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഷോപ്പിങ്സും കാര്യങ്ങളും ഫുഡും ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെയും കയറി. അപ്പം പൈൻ ഫോറസ്റ്റിലാണ് നമ്മൾ നെക്സ്റ്റ് കയറിയത്. അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ബ്രൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഫോറിനറിന്റെ ഇതായിട്ട് ഓർമ്മയിൽ വെച്ചിട്ട് എടുത്താക്കിയാണ് കേട്ടോ. അവിടെയാണ് അദ്ദേഹമായിട്ടാണ് പൈൻ പ്ലാന്റേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവിടെയാണ് ഈ അങ്ങനെയാണ് പൈൻ ഫോറസ്റ്റ് ആണ് 1906 ഫോം ചെയ്തത്. അപ്പം അവിടെ അവിടെയും കുറെ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിറയെ താഴെയൊക്കെ ആണെങ്കിൽ നല്ല ഡ്രൈഡ് ആയിട്ടുള്ള കോൺസ് ഒക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്, അതിന്റെ നട്ട്സ് ഒക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തു വരും. പിന്നെ നമ്മൾ കുറെ അവിടെ മറ്റേ മരം ചുറ്റിക്കളി ഉണ്ടല്ലോ, അത് നമ്മൾ കുറെ ഗെയിം ഒക്കെ കളിച്ചു. മറ്റേ തൊട്ടിട്ട് സാറ്റ് പോലെയൊക്കെ കളിക്കുന്ന ഗെയിമില്ലേ, അതെല്ലാം കളിച്ചു. നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാണ് കേട്ടോ, ഗെയിമൊക്കെ കളിച്ചിട്ട്. പിന്നെ നമ്മൾ കുറെ അധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പൈൻ ഫോറസ്റ്റ് അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. അവിടെ കുറെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് നമുക്കൊരു റിലാക്സിങ് ഫീലൊക്കെ കിട്ടും. പിന്നെ അവിടെ തന്നെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ കൊണ്ട് ഫോട്ടോസ് ഒക്കെ എടുപ്പിച്ചു കേട്ടോ, നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ. പിന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മൾ അവിടെ കടകളൊക്കെ കയറി ഓരോ സ്നാക്സ് ഒക്കെ ഐറ്റമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ തിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗുണാക്കേവ് ആണ് അവിടെ അടുത്തായിട്ട് പിന്നെ ഉള്ളത്. അപ്പൊ ഗുണാക്കേവ് എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണ് ഏറ്റവും ഭയങ്കര വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള നമ്മുടെ കൊടൈക്കനാലിന്റെ ഒക്കെ ഒരു ഭാഗമല്ലേ ഡെവിൾസ് കിച്ചൺ, അല്ലെങ്കിൽ ഗുണാക്കേവ് എന്നൊക്കെ പറയും. അപ്പൊ കൊടൈക്കനാലിലെ ഈ തടാകത്തിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ ഈ ഗുണാക്കേവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കമലഹാസനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഗുണ എന്ന് പറഞ്ഞ തമിഴ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. നമ്മുടെ മലയാളം നമ്മുടെ സുഭാഷിയുടെ കുഴിയൊക്കെ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ അങ്ങോട്ട് അതൊക്കെ കാണാൻ വേണ്ടിട്ട് പോവാണ്.
പിന്നെ അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മള് ഒരു പിക്ചർ എടുക്കാൻ നോക്കിയിട്ട് പോലും നമുക്ക് പറ്റത്തില്ലായിരുന്നു, കാരണം വേലെല്ലാം ആൾക്കാരായിരുന്നു, ഫുൾ ആൾക്കാരും നിറയെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടം പോലെ ഉത്സവപ്പറമ്പ് പോലെ ആയിരുന്നു ആൾക്കാർ. അപ്പം അത്യാവശ്യം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു, പക്ഷെ നമ്മൾ ആ ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടിയില്ല, കാരണം നിറയെ ആൾക്കാരാണ്. അപ്പൊ എവിടെ എടുത്താലും മറ്റ് സ്ട്രേഞ്ചേഴ്സ് ഒക്കെ നമ്മുടെ ഫോട്ടോസിൽ കയറി വരും. പിന്നെ അവരുടെ ഈ കാണുന്നതാണ് ആ ഗേറ്റ് ഇട്ടേക്കുന്നുണ്ട്, ആ ഒരു ഗ്രില്ല് ഇട്ടേക്കുന്ന ആ ഒരു പോർഷനാണ് ഗുണ കേവ്. അവിടെയാണ് കേട്ടോ നമ്മുടെ സിനിമയിൽ സുഭാഷ് വീഴുന്ന സ്ഥലം. അപ്പം അത് എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, അങ്ങോട്ട് എൻട്രി കാര്യങ്ങളൊന്നുമില്ല, കാരണം അവിടെ വീട് പോയാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം അടച്ച് എല്ലാം വെച്ചിരിക്കുകയാണ്. പിന്നെ അതിന്റെ തൊട്ടടുക്കായിട്ട് അങ്ങനെ ഓരോരോ പോയിന്റ് ഉണ്ട്. അവിടെ എല്ലാം ഈ കുഴിയിലുള്ള എല്ലായിടത്തും ഒരു ഗ്രിൽസ് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം അതിനകത്ത് അറിയാതെ പോലും പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അടച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, വേരൊക്കെ കണ്ടോ, നല്ല ഭംഗിയാട്ടോ. നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കുഴികളുള്ള ഭാഗമാണ്. അപ്പം അവിടെ ഒന്നും വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. സോ ഇവിടെ എല്ലാവരും അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അതിന് നിയർ ആയിട്ട് അടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്ന രീതിയിൽ അവരൊരു സ്റ്റെയർ ചെയ്തിട്ടുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് വ്യൂസ് കിട്ടും മുകളിൽ നിന്നുള്ള ആ ഒരു കണ്ടാണ്ടേ. ഇത് അവിടെയൊക്കെ കുരങ്ങും ഇവിടെ എല്ലാം ഗ്രില്ലിട്ടിരിക്കുകയാണ്. നമ്മൾ ഗ്രില്ലിനെടുത്ത് നിർത്തിയാണ് കാണാം. ഈ വ്യൂസ് ഒക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അടിയിലൊക്കെ അടുത്തൊരു സ്റ്റെയർ ഉണ്ട്. അപ്പൊ ആ സ്റ്റെയർ വഴിയാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഇപ്പൊ ഈ ഇതില് മൊബൈൽ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, ബട്ട് റിയലി ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയാണ്. കോടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മങ്കീസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, ബാഗൊക്കെ തട്ടിപ്പറിച്ച് മങ്കീസ് ഓടാനൊക്കെ സാധിച്ചു നമ്മുടെ കയ്യിൽ നിന്ന്. കാരണം എന്റെ ഓൾറെഡി ഒരു കൂട ബാഗായിരുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അതിനായിട്ട് സാമ്യമൊക്കെ തോന്നിയിട്ടായിരിക്കും അത് കിടന്ന് വലിക്കുന്നുണ്ടായിരുന്നു, ബാഗ് തട്ടിയെടുത്തിട്ട് ഓടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സേഫായിട്ടൊക്കെ പിടിച്ചിട്ട് അതിനെ ഒട്ടിച്ച് വിട്ടു. നമ്മളെ ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. പക്ഷെ ബാക്കിലുള്ള ആൾക്കാരെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഫോട്ടോസ് എടുത്തപ്പം. എങ്ങനെയാലും നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ഇത്ര ആൾക്കാരെ കണ്ടോ, ഏറ്റവും കൂടുതൽ മലയാളീസ് ആണ് കേട്ടോ, കൂടുതലും മലയാളീസ് ആണ്. എനിക്ക് ഓണം വെക്കേഷനും കൂടെ ആയതുകൊണ്ട്. പിന്നെ നമ്മളുടെ ഗ്രീൻ ഫീൽഡ് അവിടെ ആ പോർഷനിലൊക്കെ വന്നു. അവിടെ നല്ല ഭംഗിയാണ് കേട്ടോ, അവിടെയും കാണാൻ വേണ്ടിയിട്ട് നല്ല വ്യൂസ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ ചോളം പറയാതിരിക്കാൻ വേണ്ടി സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ അവിടുത്തെ ചോളത്തിന്. അത് പുഴുങ്ങിയിട്ട് അവര് ലെമൺ ജ്യൂസും അതുപോലെ പിന്നെ എന്താണ് ചില്ലി പൗഡറുമാണ് ഇടുന്നത്. പക്ഷെ വളരെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറെ ക്യാൻഡീസ് ഉണ്ടായിരുന്നു, ജെല്ലീസ്, പൈനാപ്പിൾ, ഓറഞ്ച്, അതിൻ്റെയൊക്കെ ജെല്ലികൾ, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ്സ്. പിന്നെ കളർഫുൾ ആണ്, എല്ലാം അടിപൊളി കളർഫുൾ ആണ്. പക്ഷെ കളേഴ്സ് അധികം കഴിക്കരുത്, ബട്ട് ഇത് കാണുമ്പോൾ നമുക്കൊരു ടെൻഡൻസി വരും. ഓൾറെഡി നമ്മൾ ഇച്ചിരിച്ച് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇതെന്ന് വെച്ചാൽ ഡ്രൈ ഓറഞ്ച് ഒക്കെയാണ്, ഫ്രൂട്ട്സ് ഒക്കെ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കിവി, പൈനാപ്പിൾ, അതൊക്കെ. പിന്നെ നമ്മുടെ മാങ്ങാമുട്ടായിക്കൊക്കെ അവിടെ 20 rupees ആണ്, 6 എണ്ണത്തിന് 20 rupees. പക്ഷെ ഇവിടെ 50 പൈസയല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ അങ്ങനെയാണ്. പിന്നെ ഈ കാണുന്നതാണ് സൂയിസൈഡൽ പോയിന്റ്. ഇപ്പോഴാണ് ഇതിനെ ഗ്രീൻ വാലി എന്ന് വിളിക്കുന്നത്. ഗ്രീൻ വാലി വ്യൂ എന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷെ നേരത്തെ ഇത് സൂയിസൈഡ് പോയിന്റ് എന്നാണ് കേട്ടോ അറിയപ്പെട്ടത്. അപ്പൊ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി താഴ്വരയും കുന്നും ഭയങ്കര അവിടെ അടിപൊളി കാഴ്ച എന്നാണ്. പിന്നെ നമ്മൾ നേരെ കോക്കേഴ്സ് വാക്കിലേക്ക് പോയി കേട്ടോ. അവിടെ നിന്ന് വെച്ചാൽ മറ്റേ പണ്ടത്തെ ലെഫ്റ്റനന്റ് കോക്കർ ചെറുതായ മലച്ചേരികൾ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നിർമ്മിച്ച ഒരു പാതയാണ് കേട്ടോ. അത് നമ്മുടെ ആലൻ ഹോസ്പിറ്റലിലെ വാനൽ ഹോസ്പിറ്റലിൽ നിന്ന് ആരംഭിച്ചിട്ട് സെന്റ് പീറ്റേഴ്സ് പള്ളി വഴിയാണ് അത് പോകുന്നത്. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് നമ്മുടെ ഫോണും നെറ്റും എല്ലാം തീർന്നു. ലാസ്റ്റ് നമ്മൾ വ്ലോഗ് അവിടെ എൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയാണ് പിന്നെ ചെയ്തത്. പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോകുന്നതാണ് കേട്ടോ. കാരണം അപ്പോഴത്തേക്ക് ഫോണിന്റെ ചാർജും എല്ലാം ഏകദേശം കഴിഞ്ഞിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.